ഗൈസ് ബാക്ക് ടു ഹോം. അങ്ങനെ ബാഗെല്ലാം പാക്കാക്കി നമ്മൾ പോവുകയാണ്. ഓക്കെ സെറ്റ്. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ട്രെയിനിൽ പോകണം. പനി പിടിച്ച് സൗണ്ട് പോയി മൊത്തത്തിൽ ഷോക്കാണ്. മെല്ലെ ട്രെയിനിൽ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അന്ന് ക്ലാസ്സിന് പോയില്ല. ഇന്ന് പനി പിടിച്ച് സൈഡായതുകൊണ്ട് ഇന്ന് ക്ലാസ്സിന് പോയില്ല. അപ്പം ബസ് കിട്ടുമോ അവിടെ? ഓക്കെ. ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റ് അവൻ്റെ കൈ കൊടുത്തിരുന്നു. അപ്പോൾ അത് തരാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പോയി വന്നിട്ട് വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ അവനെ വിളിച്ചിട്ട് ബാഗ് പൊട്ടോ എന്നൊരു സംശയം. ബാഗിൻ്റെ കൈ ഒരു ഒച്ച കേൾക്കണേ. വെയിറ്റ് കുറവാണ്, പക്ഷെ പൊട്ടോ എന്നൊരു സംശയം. ബസ് കിട്ടി. ബാഗ് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടി. ഗൈസ് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഈ വൈക്കൂടെ വരാറെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് അപ്പുറത്ത് കൂടെ പോയിട്ട് അങ്ങനെ ഇനി പോകല്. ഇതൊക്കെ നേരെ കണ്ട റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു വഴിയുള്ള കാര്യം. ഞാനിപ്പോഴാണ് അറിയുന്നത്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇവിടെ പോയി ടിക്കറ്റ് എടുക്കണം. പക്ഷെ നല്ല വെയിലുണ്ട്. ട്രെയിൻ എത്ര? എനിക്ക് 3:45 ട്രെയിൻ ലേറ്റാണ്. 4:10 3 മണി ആയിട്ടുള്ളൂ. 4:10 എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം ലേറ്റായി. അയ്യോ, ട്രെയിൻ 4 മണിക്കാണ്. 4 മണി വരെ ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഈ ബാഗ് ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ചടങ്ങ്. ഫോണ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ ട്രെയിനല്ല. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പോസ്റ്റൊന്നുമല്ല തരുന്നത്. ഭ്രാന്ത കൊണ്ടുവന്നത്. 3:30 ട്രെയിൻ 4:10 4:08 അങ്ങനെ എന്തോ ആയി. ഒറ്റടി ദേഷ്യം വരുന്നുണ്ട്. വിശന്നിട്ട് വയ്യ. കുറേ നേരമായി ഇവിടെ നിൽക്കണം. പോയാണ്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കട്ടെ. അതാകുമ്പോൾ ആ പരിപാടിയെങ്കിലും നടക്കുമല്ലോ. ബിസ്ക്കറ്റ് മതി വിചാരിച്ച്. ബിസ്ക്കറ്റ് മതി. ഇത് അത്യാവശ്യം കഴിക്കാണ്ടാവുമല്ലോ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ട്രെയിനിന് കഴിഞ്ഞ് 10 മിനിറ്റ്. അപ്പോൾ ഇത് നടന്ന് അവിടെ എത്തണം. നമ്മൾ വന്ന വയ്ക്കണ തിരിച്ചു വന്നു. ഇനി തിരിച്ചു വന്ന വയ്ക്കണം തിരിച്ചു പോകണം. കണ്ടോ, അവസാനം ട്രെയിൻ എത്താനായി. കഴിച്ച് വയ്യ. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ സീറ്റ് കിട്ടും. കണ്ണൂർ അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ട്രെയിൻ പോയി. ട്രെയിനിൽ നിന്നുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല ഉറക്കായിരുന്നു. പിന്നെ ഭയങ്കര തലവേദന. വിശന്നിട്ട് എന്താ വെച്ചാൽ എൻ്റെ ഫുഡിലൊരു ബാഗിലൊരു ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിരുന്നെങ്കിലും ബാഗ് വേറെ സ്ഥലത്താണ് വെച്ചത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എടുത്ത് വരാനുള്ളൊരു ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിശപ്പ് സഹിച്ചിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം വേണ്ടി വരും. ഞാൻ വെള്ളം എടുത്തില്ല. വെള്ളം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളം എടുത്തില്ല. അപ്പോൾ പിന്നെ ഭയങ്കര തലവേദന. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ? എനിക്ക് ഒച്ചയില്ല. എൻ്റെ ഒച്ച പോയിക്കണം. ഈ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ. ഇല്ലെങ്കിൽ ഇടില്ല. അപ്പോൾ ഏകദേശം ഇപ്പം കറണ്ട് വള്ളിക്ക് നിർത്തി. ഇനിയിപ്പോൾ റേസിനാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി എടുത്ത് പോകാൻ ഡ്രോപ്പ് ചെയ്തിട്ടെങ്കിൽ നേരെ അവിടെ പോയാൽ മതി. അതാണ് പ്ലാൻ. എൻ്റെ ഫോണിലാണെങ്കിൽ റീചാർജും കഴിഞ്ഞിരിക്കണം. എന്തെങ്കിലും കാട്ടണം. ഞാൻ റെയിൽവേൻ്റെ വൈഫൈ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കണക്റ്റ് ആക്കിയിട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ എനിക്ക് 2 ബിസ്ക്കറ്റൊക്കെ അയച്ചിരുന്നു കഴിഞ്ഞാൽ സെറ്റാവും. ഒന്ന് വിളിച്ചു നോക്കി എൻ്റെ പാട് നോക്കട്ടെ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ എന്ത് കിട്ടുന്നില്ല, വൈഫൈ കിട്ടുന്നില്ല. ഇനി ഇവിടെ ഇല്ലാത്തതാണോ എന്താണെന്നറിയില്ല. ബാക്ക് ടു വള്ളിക്കുന്ന്. ആരെങ്കിലും ഫോൺ ചോദിച്ചിട്ടൊന്ന് വിളിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ കുറച്ച് മണിയായിട്ട് താഴത്ത് കണ്ട് പോയാൽ ഒരു കട ഉണ്ട്. ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങാം, ബിസ്ക്കറ്റ് കഴിക്കാം. ചേച്ചിനോട് ഫോൺ ചോദിച്ചോക്കാം. ഇവിടുന്ന് ആരോടത്ത് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം. ഇല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ നടക്കണം. അടങ്ങാറ നല്ല ഇവിടെ നടക്കണം. ഇവിടെ പുതിയ പള്ളി വന്നോന്നുണ്ട്. ഞാൻ ഇറങ്ങിയ സ്ഥലം ഒന്നും മാറിയിട്ടില്ലല്ലോ. ഇവിടെ പുതിയ പള്ളിയാണോ ഇവിടെ ഉള്ള പള്ളിയാണോ എന്നറിയില്ല. ഞാനിപ്പോഴാണ് കാണുന്നത്. എന്തായാലും ഇവിടെ ഉള്ളത് ഞാനറിയാത്. ഇവിടെ പള്ളിയുള്ള കേട്ടിട്ടില്ല കേട്ടോ. എന്നാലും ഈ പുതിയ പള്ളിയാണോ എന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ആ ലൈറ്റ് കാണുന്നുണ്ടോ? അതാണ് തോന്നുന്നു പുതിയതാണ്. കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണേ. നബിദിനാവാനായി തോന്നുന്നുണ്ടല്ലോ. നബിദിനത്തോടനുബന്ധിച്ചുള്ള മൗലൂദും കാര്യങ്ങളാണ്. ഇപ്പൊ കയറിയ വയസ്സ് കുടിച്ചിട്ട് ഇറങ്ങാം. ഞാൻ നാട്ടിൽ പോയിട്ട് പോവാം. ഇപ്പൊ ഭയങ്കര ടയർഡാ. ഗൈസ് അങ്ങനെ അവിടുന്ന് ഒരു സോഡി കുടിച്ച് ബാഗിലുള്ള ബിസ്ക്കറ്റ് നിന്ന് ഞാൻ നേരെ ലിഫ്റ്റ് അടിച്ചിട്ട് നേരെ
കൊടക്കാടെത്തി. ഇപ്പോൾ റൈസിൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. റൈസ് ഫോൺ എടുത്തില്ല. ഞാൻ അവിടുത്തെ ചേച്ചീൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, എന്താ തിരക്കിലിട്ടാണ്. പിന്നെ ഞാൻ പോയിട്ട് അതിൻ്റെ വണ്ടി എടുക്കട്ടെ, വണ്ടി എടുത്തിട്ട് വരാം. ഗൈസ് വണ്ടി ഇവിടെ ഇല്ല, വണ്ടി അബ്ദുവിൻ്റെ കടയിൽ കൊണ്ട് വെച്ചിട്ടാണല്ലോ. അലക്കാൻ മതി. ഞാൻ ഇവിടെ തിരിച്ചങ്ങോട്ട് നടക്കണം. അല്ലോ മതിയിൽ ഞാൻ ഇനി ഇവിടെ തിരിച്ചങ്ങോട്ട് നടക്കണം. ഞാൻ എന്തായാലും പോയി വണ്ടി എടുക്കട്ടെ, ഭ്രാന്തമുണ്ട്. ഗൈസ് അങ്ങനെ നടന്ന് ഞാൻ ഇവരെ കടയിലെത്തി. ഗൈസ് ഇവർക്ക് മറ്റന്നാൾ ഓണപ്പരിപാടിയൊക്കെ ആയിട്ട് ചില്ല് പവർ. നമുക്ക് ഓണപ്പരിപാടി ഇല്ല, ഒരു ഇതുമില്ല. ബാഗ് അടച്ചു. ബാഗ് തന്നെ ഉണ്ട്, ഒരു 10-30 കിലോ. അതും താങ്ങി നടന്ന് ഓരോ വേണത്. ഞാൻ പിന്നെ 2 പ്രോട്ടീൻ കുടിച്ചുകൂടെ ഇരിക്കാൻ വിചാരിച്ചു. ഗൈസ് അങ്ങനെ റയാൻ്റെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പെരെ പോവാണ്. തീരെ വയ്യ. ഷവർമയും തരാന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് വയ്യ. എണ്ണ ഉണ്ടോ നോക്കില്ല. എണ്ണ ഓലക്ക ഉണ്ട്, ഓലക്ക. എണ്ണ ഇല്ല. അവന് പോയി എണ്ണ അടിക്കുക, നേരെ പെരെ പോവാ. ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ് അയവാടി. അപ്പോൾ ഗൈസ് സന്തോഷപൂർവ്വം എത്തി. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ ബൈ.